തിളപ്പിച്ച് ഈ ഡെഡ് കോറൽസിൻ്റെ ഒരു പണിയുണ്ട്. എന്താണെന്നറിയാം, ഈ മീരക്കുള്ള ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇത്തിരി പുളിപ്പും ഒരു മധുരവും കലർന്ന രുചിയാണ് അല്ലേ? ആ, അതിലെ പുളിപ്പ് മാത്രം ഒബ്സർവ് ചെയ്യാം. പുളിപ്പ് മാത്രം വലിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ ഡെഡ് കോറൽസ് ചെയ്യും. എന്നിട്ട് ഞങ്ങളുടെയൊക്കെ ഈ പണിക്കാരനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു നോസ്ട്രാളജിയ വെച്ച് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നമ്മുടെ ചെറുപ്പം ഓർമ്മ വരും. ഇങ്ങനെ ബാപ്പ ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ക്ഷമയോടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ഡെഡ് കോറൽസ് ഇവർ തിളപ്പിക്കുന്ന സമയത്ത് വേറൊരു പാത്രത്തിൽ നല്ല കുടിവെള്ളം, ശുദ്ധമായ കുടിവെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടാവും. ഇടയ്ക്ക് ഇവരിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കും, പുളിപ്പ് പോയോ എന്നുള്ളത്. അങ്ങനെ മൊത്തത്തിൽ അതിൻ്റെ പുളിപ്പങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം ആ ഡെഡ് കോറൽസ് മൊത്തം എടുത്ത് ആ ഫ്രഷ് വാട്ടറിൽ ഇടും, തണുക്കാനായിട്ടിടും. അതും വെയിറ്റ് ചെയ്താൽ ഞങ്ങൾ നിൽക്കുന്നത് പിള്ളേർ. അത് തണുത്ത ഉടനെ പിന്നെ പിന്നെ വേമ്പ് എടുക്കല. അതെടുത്തിട്ട് അതിൻ്റെ ആ ചെറിയ സുശീലങ്ങളൊക്കെ ഉണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ചപ്പിയെടുക്കുമ്പോൾ അത് ഒബ്സർവ് ചെയ്ത് എന്താ പുളിപ്പാണ്. നമുക്ക് കിട്ടാൻ മധുര, നമുക്ക് അനുഭവപ്പെടാൻ മധുരമാണ്. അത് വീണ്ടും ആ വെള്ളത്തിലേക്ക് മുക്കിയിട്ട്, ആ പച്ചവെള്ളത്തിലേക്ക് തന്നെ മുക്കിയിട്ട് വീണ്ടും വലിക്കുമ്പോൾ വീണ്ടും കുറേ സമയത്തേക്ക് ഇങ്ങനെ ആ മധുരം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അല്ലാത്തൊരിതാണ്. എന്നിട്ട് ഇതിനെ ഇളക്കി തിളപ്പിച്ച് ശർക്കര രൂപത്തിലാക്കിയെടുക്കുന്നതിനാണ് ജാഗരി. ജാഗരി ഇവിടെ മധുര ശർക്കര കൊച്ചുങ്ങൾക്കൊക്കെ നല്ല സാധനമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ വിശേഷപ്പെട്ട റംസാൻ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ ആൾക്കാർ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കും. എങ്കിലും ഈ പള്ളികളിലോ ഇവിടെയൊക്കെ ഇങ്ങനെ പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്, ഇത് സംബന്ധമായ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കും. അപ്പോൾ ഈ സമയത്തൊക്കെ ഇതിന് കുറച്ച് ഡിമാൻഡ്. ഇവിടുത്തെ ശർക്കര നീരനെ കൊണ്ടല്ലേ ടേസ്റ്റ് നോക്കാൻ തന്നതാണ് കേട്ടോ.